ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന നടിയാണ് ഷക്കീല. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഷക്കീല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് സിനിമയിലേക്ക് എത്തപ്പെടുന്നത്. സിൽക്ക് സ്മിത അഭിനയിച്ച പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിലൂടെ ആയിരുന്നു ഷക്കീലയുടെ സിനിമ അരങ്ങേറ്റം. പിന്നീട് 2000-ൽ പുറത്തിറങ്ങിയ കിന്നാരത്തുമ്പികൾ എന്ന ചിത്രം ഷക്കീലയെ തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ വലിയൊരു താരമാക്കി മാറ്റി. ബി ഗ്രേഡ് സിനിമകളിലൂടെയാണ് പ്രശസ്തിയായതെങ്കിലും പിന്നീട് മുഖ്യധാര സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ഷക്കീല കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിച്ച ഷക്കീല ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. നിലവിൽ യൂട്യൂബ് ചാനലുകൾ അവതാരകയായി ഷക്കീല പ്രത്യക്ഷപ്പെടാറുണ്ട്. അടുത്തിടെ കുക്ക് വിത്ത് കോമാളി എന്ന കുക്കിംഗ് ഷോയിൽ മത്സരാർത്ഥിയായും അവർ വന്നിരുന്നു. തന്റേതായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഷക്കീലയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പോകുന്ന ഷക്കീലയുടെ വീഡിയോയാണ് വൈറലായത്. പർദ്ദയിട്ട് മക്കയിലേക്ക് പോകുന്ന താരത്തിനെ വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത സുഹൃത്തായ സതീഷ് ക്രിസ്റ്റഫറാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഹാപ്പി ജേർണി മാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, മിസ് യു മാം എന്നാണ് ഇയാൾ വീഡിയോക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നാണ് ഷക്കീലയെ മക്കയിലേക്ക് യാത്രയാക്കിയത്. ഏതാനും നാളുകൾക്ക് മുമ്പ് നടി മുംതാസിനോട് ആത്മീയതയെക്കുറിച്ച് ഷക്കീല പറഞ്ഞ കാര്യങ്ങൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. താൻ വലിയ തെറ്റ് ചെയ്തുവെന്നും അതിൽ നിന്നും തനിക്ക് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെന്നും ഷക്കീല പറഞ്ഞു. അള്ളാഹു നിങ്ങളെ പുറത്തെത്തിക്കും, നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആളുകൾ നിങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് അന്ന് മുംതാസ് അതിന് മറുപടി നൽകിയത്. ഗ്ലാമറസ് വേഷങ്ങളും നായികയായും സിനിമകളിൽ തിളങ്ങിയ ആളായിരുന്നു മുംതാസ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ ഷക്കീല പലപ്പോഴായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന ആത്മകഥയിലൂടെയും സിനിമാ മേഖലയിൽ നിന്നും നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ച് ഷക്കീല വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും അവതാരകയായി ഷക്കീലയെ ഇപ്പോൾ കാണാൻ കഴിയും. വളരെ പക്വതയോടുകൂടി മുന്നിലിരിക്കുന്ന ആളിനെ ഏറ്റവും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഷക്കീലയുടെ അഭിമുഖങ്ങൾക്കും ഇപ്പോൾ കാഴ്ചക്കാർ ഏറെയാണ്. നിരവധി പേരാണ് ഷക്കീലക്ക് യാത്രാമംഗളങ്ങൾ ആ പോസ്റ്റിൽ നേർന്നിരിക്കുന്നത്. ആളുകളെ വിധിക്കുന്നത് ഇനിയെങ്കിലും നിർത്തൂ, ഉംറയും ഹജ്ജും അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ക്ഷണമാണ്, അവർക്ക് അത് ലഭിച്ചു, നിങ്ങളെ ഇങ്ങനെ കണ്ടതിൽ സന്തോഷം, അള്ളാഹുവിലേക്കുള്ള നിങ്ങളുടെ ആദ്യ പടിയാണത്, അള്ളാഹു നിങ്ങളെ നേർവഴി നയിക്കും എന്നൊക്കെയാണ് വീഡിയോക്ക് താഴെ നിറയുന്ന കമൻറ്റുകൾ. സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് അവർ ഹറാമായ ജോലികൾ ചെയ്തിട്ടുള്ളത്. അവസാനം ആ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു. ഇല്ലായ്മ കാരണം പലതിനും അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഷക്കീലയെ പോലുള്ള സിനിമയിലേക്ക് എത്തുന്ന പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവർ മാന്യന്മാരായി നടക്കുന്ന ഈ സമൂഹത്തിൽ ഷക്കീല മാത്രം എന്തിന് കുറ്റക്കാരിയാകണം? സിനിമയിൽ നിന്ന് വിട്ടതിനു ശേഷം ട്രാൻസ് വുമണായ ഒരു കുട്ടിയെ ദത്തെടുത്തു. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ അവർ സ്വന്തം അധ്വാനം കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിയുകയാണ് ഷക്കീല. ഒരാളുടെ ഭൂതകാലം എന്തായാലും പുതിയൊരു വഴി തിരഞ്ഞെടുക്കാൻ അവർക്ക് തീർച്ചയായും അവകാശമുണ്ട്. അള്ളാഹുവിന് മുന്നിൽ ആരും കുറ്റവാളികളല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഷക്കീലയുടെ ഈ ഉംറ യാത്ര. അവരും സ്വർഗത്തിന്റെ അവകാശി തന്നെയാണ്.